به الفائزين من الله. أما بعد. സ്നേഹവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ആ നല്ലവരായ ആലിമീങ്ങൾ അല്ലാഹു നമ്മളെ ബന്ധപ്പെട്ടവരുമാക്കി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മൂസാ ഉസ്താദ് റബ്ബുല്ലാഹു മർക്കദുഹു റഫഅ ആ പേര് കേട്ട സമയത്ത് തന്നെ ആദ്യമായിക്കൊണ്ട് എനിക്ക് ഓർമ്മയിൽ വന്ന ഒരു ചെറിയ കാര്യം അതൊരു വലിയ കാര്യം എന്ന് പറയാം. വഫാത്തായതിന്റെ 12 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ദീനി ഖിദ്മത്ത് ചെയ്യുന്ന അതിരാമ്പള്ളത്ത് അവിടെ സ്ഥാപനത്തിൽ വന്നു. അങ്ങനെ ഞാനും മഹാനവറുകളും കൂടി മുത്തുപേട്ട സിയാറത്തിനും വേറെ ചില സിയാറത്തുകൾക്കെല്ലാം പോയി. ഒരു ദിവസം ഇശാക്ക് ശേഷം കോളേജിൽ വിദ്യാർത്ഥികളെല്ലാം ഒന്നിച്ചിരുത്തി ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അതുവരെ നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യം, എന്റെ ഉസ്താദന്മാരിൽപ്പെട്ട ചില മഹാന്മാര്, ഉസ്താദ് പറയണം, എന്റെ ഉസ്താദന്മാരിൽപ്പെട്ട ചില മഹാന്മാര്, പേര് പറഞ്ഞിട്ടില്ല, ഉസ്താദന്മാരിൽപ്പെട്ട പല മഹാന്മാരെന്നൊക്കെ പറഞ്ഞാൽ പ്രധാനമായിട്ടും ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ നവ്വറല്ലാഹു മർക്കദുഹു റഫഅ ഖദറഹു നമ്മളോടൊക്കെ അങ്ങേയറ്റ സ്നേഹത്തിനും വാത്സല്യത്തോടു കൂടിയുള്ള പെരുമാറ്റമായിരുന്നു. മഹാനവറുകളുടെ ഇന്ന് പ്രിന്റഡ് അല്ലാത്ത, രഹസ്യമായി എവിടെയും കിട്ടാത്ത ചില കിതാബുകളെല്ലാം രഹസ്യമായി എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ വലിയൊരു നിഅമത്ത്. അസ്റുൽ ജലീൽ ഫി ഖവാസി ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നൊരു കിതാബ്. അത് അച്ഛന് കിട്ടില്ല. അതൊക്കെ തങ്ങൾ എന്നെ ഏൽപ്പിച്ച കിതാബുകളാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും കുറെ എനിക്ക് വേണ്ടി ദുആ ചെയ്തതായിട്ട് ഞാൻ ഉള്ള സദസ്സിലും ഇല്ലാത്ത സ്ഥലത്തിലും. ഭരതക്കാട് എന്നും പറഞ്ഞ ഒരു സ്ഥലം കൊണ്ടോട്ടി അടുത്ത് ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം. അപ്പൊ തങ്ങളുണ്ട്, ഞാനുണ്ട്. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് എപ്പോഴേലൊക്കെ ഒന്ന് വരുന്ന സമയത്താണ് കേരളത്തിലെ വല്ല മജ്‌ലിസുകളിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയും. പക്ഷെ അന്ന് എനിക്ക് വേണ്ടി താമസിപ്പിക്കാൻ തങ്ങൾ ആവശ്യപ്പെട്ട് ഒരു 3/4 മണിക്കൂറോളം എനിക്ക് വേണ്ടി ദുആ ചെയ്തു. അങ്ങനെയുള്ള ദുആകളിലൊക്കെയാണ് നമ്മളൊക്കെ പോകുന്നത്. അല്ലാഹു ആ പൊരുത്തവും സന്തോഷം എന്നും നിലനിർത്തി തരുമാറാവട്ടെ. അങ്ങനത്തെ ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളോട് ബഹുമാനപ്പെട്ട ഉസ്താദിനുണ്ടായിരുന്ന ബന്ധം മക്കൾക്കും എല്ലാവർക്കും ശരിക്കും അറിയില്ലെങ്കിലും കുറെയൊക്കെ അറിയും. അതേപോലെ എന്റെ മക്കളുടെ നിക്കാഹ് നടന്ന സമയത്ത് സാധാരണ ഒരു ഫോണില് ഉസ്താദ് വരണം എന്നൊരു വാക്ക് മാത്രമാണ് പറഞ്ഞത്. തലേ ദിവസം തന്നെ വന്ന് അന്നും പിറ്റേ ദിവസം അവിടെ താമസിച്ച, അവിടെ അട്ടാശ്ശേരി എന്ന് പറഞ്ഞ കുട്ടികളൊക്കെ അറിയില്ല, ഉസ്താദ്മാർക്കെല്ലാം അറിയും. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ. പക്ഷെ ഈ സംസാരത്തിൽ ഉസ്താദുമാര് എന്ന് പറഞ്ഞു, ആരാണ് ഉസ്താദ് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടപ്പോ പറയണം. എന്റെ ഉസ്താദന്മാരിൽപ്പെട്ട ചില ആളുകൾ ദ്വാരക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പടച്ചോന് ബദരീങ്ങളിൽ ബറക്കത്തുകൊണ്ട് ഈ കാര്യത്തെ തന്നെ വിജയിപ്പിക്കണേ. മുഹദ്ദിസ് റളിയല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ ദുആ ചെയ്യുന്ന പതിവുണ്ടല്ലോ. ശരീഅത്തിന്റെ ഇൽമ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഹക്ക് കൊണ്ട് ഈ കാര്യത്തിൽ എന്നെ നീ വിജയിപ്പിക്കണേ എന്ന് ദുആ ചെയ്തിരുന്ന ചില ഉസ്താദുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ എല്ലാവർക്കും? മുതഅല്ലിമീങ്ങളുടെ ഹക്ക് കൊണ്ട് ദുആ ചെയ്ത ശരീഅത്തിന്റെ ഇൽമ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പിന്നെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഏതായാലും ഉണ്ടാവും. അവരുടെ ഹക്ക് കൊണ്ട് പടച്ചോനെ ഈ കാര്യം എനിക്ക് നീ എന്നെ സലാമത്താക്കണം, വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ദുആ ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അന്ന് മഹാനവറുകളുടെ വാക്കാണ്. അത്രയും ഒരു ഉയർന്ന ദറജയാണ് റബ്ബുൽ ആലമീൻ മുതഅല്ലിമീങ്ങളായ നമ്മളൊക്കെ മുതഅല്ലിമീങ്ങളാണ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാണല്ലോ. ഇതിനിപ്പോ ഒരു ലിമിറ്റഡ് കാലമൊന്നുമില്ലല്ലോ. ലിമിറ്റഡ് കാലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പൊ ഈ കാലത്ത്, പഴയ കാലങ്ങളിൽ ഒരു അബ്ദുൽ ഫൗസിയാർ എന്ന് പറഞ്ഞ് ചെർപ്പശ്ശേരി അടുത്ത് വലിയൊരു മഹാനുണ്ടായിരുന്നു. വലിയ പ്രാസംഗികനാണ്, വലിയ മുദർരിസാണ്. ഞങ്ങളൊക്കെ തത്വനിസാം മീസാനെല്ലാം പോകുന്ന കാലങ്ങൾ അദ്ദേഹത്തിന്റെ വാത് കേൾക്കാൻ വേണ്ടി കുറെ ദൂരത്ത് നടന്നു പോകും. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടൊരു വാക്കാണ്, ഞാൻ 16 കൊല്ലം കിതാബോധി ഒരു സനത് കിട്ടാൻ വേണ്ടി 17 കൊല്ലം ദർസും നടത്തി. ഇപ്പൊ ഇങ്ങനെ ആരെങ്കിലും കിട്ടും? ഇപ്പൊ 7 കൊല്ലം പോയി, 5 കൊല്ലത്തിൽ എവിടെയെങ്കിലും സനത് കിട്ടാറുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ അങ്ങോട്ട് പോകുന്ന ഒരു കാലത്താണ്. അല്ലാഹുവിന്റെ ഇവിടെ നിന്ന് വിദ്യാർത്ഥികളുടെ ഒരു കുറവുമില്ലാതെ ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനം തന്നെ അത്തശ്ശേരി റഹ്മാനിയ
ആ അതിരാമുള്ള റഹ്മാനിയ ബഹുമാനപ്പെട്ട മഹാനായ ഖുത്ബിയൻ അപ്പുറല്ലാഹു ഈ അദ്ഹരിത്തങ്ങളും ഇങ്ങനെയുള്ള മഹാന്മാരുടെ എല്ലാം ഉസ്താദായ ബഹുമാനപ്പെട്ട കക്കടി പറഞ്ഞ ശേഖന റഹ്മുള്ള ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ഖുത്ബിനെന്ന് ഉസ്താദായി കിട്ടണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് കിതാബ് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്കതിന് അവസരം കിട്ടിയില്ല. ഏതോ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് ഹജ്ജിന് പോകുന്ന സമയത്ത് ബോംബെയിൽ നിന്ന് രണ്ടാള് ഒരു കപ്പലിലാണ് പോയത്. ഒരു കപ്പലിലാണ് രണ്ടാൾക്കും സീറ്റ് കിട്ടിയത്. അപ്പൊ ഞാൻ അവിടെ വെച്ച് കുറച്ച് എളിയ ഓതി. ആരാണ് ഈ പറയുന്നത്? മഹാനായ കക്കിട് റഹ്മാൻ. അങ്ങനത്തെ മഹാനായ ഖുത്ബിയൻ അല്ലാഹു മർക്കദ് പോലുള്ള മഹാന്മാരെല്ലാം ഓതിയിരുന്ന സ്ഥാപനാണ് അതിനകത്തുള്ള റഹ്മാനിയ. അതിനുവേണ്ടി പറഞ്ഞതാണ്. ആ റഹ്മാനിയന്റെ ബ്രാഞ്ചാണ് അത്തസീദ് റഹ്മാനിയ. അള്ളാഹു ആ സ്ഥാപനങ്ങളെയും നമ്മളോട് ബന്ധപ്പെട്ട് എല്ലാ സ്ഥാപനങ്ങൾ, നമ്മുടെ വന്നാനിയ, ബഖിയാത്ത്, സാരിയ, സുന്നത്തുൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ എവിടേക്ക് ഉണ്ടോ ഒരഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ സലാമത്ത് സദറോടുകൂടി എല്ലാവരും ഒന്നാണെന്ന് മനസ്സിലാക്കി നമ്മളെല്ലാവർക്കും ദുആ ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെറുത്ത അതാണ്, ഈ ആള് സുന്നിയാവണം. അത് മാത്രമേ ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ നോക്കില്ല. അവർ ഏതാണ് സംഘടന, അവര് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് വേണ്ടത് സുന്നത്ത് ജമാഅത്തിന്റെ ആളാവണം. 4 മദ്ഹബിൽ ഏതെങ്കിലും ഒരു മദ്ഹബിനെ മാത്രം മുഴുവനും 100% തഖ്ലീദ് ചെയ്തൊരു മുഖല്ലിദാണ്. ഇതല്ലാത്ത മറ്റൊരു സ്ഥലത്തും എനിക്കില്ല. ഇനിയും ബഹുമാനപ്പെട്ട മുസാ റഹ്മത്തുള്ളാഹിയുടെ കാര്യത്തിൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ താനൂര് നടന്നൊരു സംഭവം, വേറെ ചില കാര്യങ്ങൾ നടന്ന സംഭവമെല്ലാം എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞതും എന്നോട് പറഞ്ഞു. കൂടുതലൊന്നും ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും കിട്ടിയ ചില സമയങ്ങൾ ഉപയോഗപ്പെടുത്തി ഞാൻ അവരൊക്കെ ഉസ്താദായി കരുതുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ മഹാന്റെ പുറക്കത്ത് അല്ലാഹു ഇനിയും രാജ്യമാക്കി വർദ്ധിപ്പിക്കുമാറാവട്ടെ. മുത്താലിമീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ദലാൽ ഖൈറാത്തിന്റെ ഇജാദത്ത് എന്ന് പറഞ്ഞാൽ ദലാൽ ഖൈറാത്തിന് ഇജാദത്ത് തരാം. പക്ഷെ അതേ സമയത്ത് ഇപ്പൊ അസല് നമ്മൾ ചെയ്യേണ്ടത് പഠിക്കലാണ്. ഇപ്പൊ കിതാബ് നോക്കുന്നതിന് തടസ്സം ഉണ്ടാകുന്ന ഒരു പണികളും ചെയ്യരുത്. നന്ന് നടക്കുന്ന ദർസ് അത് നല്ലപോലെ നോക്കി പഠിച്ചേ പറ്റും. അതിന്റെ ശേഷമായിരിക്കണം, അതായത് കിതാബ് സീനിയർ വിദ്യാർത്ഥികൾ അവരൊക്കെ ഇജാദത്ത് വാങ്ങി വെക്കാം. അൽഹംദുലില്ലാഹ്, അതിൽ തെറ്റില്ല. അതേ സമയത്ത് നമുക്കത് ഉപയോഗപ്പെടുത്തേണ്ട സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പരീക്ഷ എല്ലാം കഴിഞ്ഞ്, ഉദാഹരണമായി പറഞ്ഞാൽ ഈ റമളാൻ ലീവില് നമ്മൾ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ജമാഅത്തായിട്ടുള്ള നിസ്കാരം തന്നെ കിട്ടാതെ പോകുന്ന ചില സാഹചര്യങ്ങളെല്ലാം കാണാറുണ്ട്. അങ്ങനെയുള്ള നേരങ്ങളിലും ദലാൽ ഖൈറാത്ത് പോകും. ബാക്കി നേരങ്ങളിലൊക്കെ ചെയ്യേണ്ടത് മമ്പറത്ത് നടക്കുന്ന സലാത്ത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട മലബാറിന്റെ ഖുതുബുസ്സമാൻ എന്ന് പറയപ്പെടുന്ന മഹാനാണ് അവിടെ വെള്ളിയാഴ്ച നടക്കുന്നൊരു സലാത്തുണ്ട്. അതെന്തിനാണ് ആ സലാത്താക്കിയെന്ന് പറയാൻ എല്ലാവർക്കും അറിയുന്ന സലാത്ത്, എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്ന സലാത്ത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഈ സലാത്താണ് മമ്പറത്ത് നടക്കുന്നത്. ദലാൽ ഖൈറാത്തിലേക്കാണ് കടക്കുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ട പണി ഒരു 313 കുറയാതെ എത്ര കൂടിയാലും ശരി ആ സലാത്ത് ഒരു 40 ദിവസത്തിൽ കുറയാതെ ചെല്ല. പിന്നെ ദലാലിലേക്കാണ് കടക്കുകയാണെങ്കിൽ, ഞാൻ വിദ്യാർത്ഥികൾക്കാണ് പറയുന്നത്, എന്നാ പിന്നെ മുടങ്ങില്ല. മറ്റൊരു ചില നേരങ്ങളില് ഈ തിങ്കളാഴ്ച, ഞായറാഴ്ച, വെള്ളിയാഴ്ച പോലുള്ള ദിവസങ്ങളിലൊക്കെ 1.5 മണിക്കൂർ സമയം വേണ്ടി വരും. ഈ മമ്പറത്ത് ചെല്ലുന്ന ഈ സലാത്ത് അത് സലാത്ത് അത് മാത്രം വേണമെന്നുള്ള ഉദ്ദേശത്തിലല്ല ഇപ്പൊ പറഞ്ഞത്. മമ്പറത്ത് എന്തുകൊണ്ടാണ് ആ സലാത്ത് തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ അത് ഓതിയവർക്കും ഓതാത്തവർക്കും ആലിമീങ്ങൾക്കും ആമീങ്ങൾക്കും എല്ലാവർക്കും ചെല്ലാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാ വ്യാഴാഴ്ച വൈകുന്നേരവും വെള്ളിയാഴ്ച മമ്പറത്തത് ചെല്ലുന്നത്. ആ സലാത്ത് ആദ്യമായിട്ട് ഇൻഷാ അല്ലാഹ് കുറേശ്ശെ പതിവാക്കാം. ഇപ്പൊ ദർസിന്റെ സമയം, പരീക്ഷന്റെ സമയം, അതൊക്കെ കഴിയുന്നവരേക്ക് ഞാൻ ഒരു എണ്ണവും ഞാൻ പറയില്ല, കഴിയുന്നത്ര ചെല്ലും. ലീവായി കഴിഞ്ഞാൽ നമുക്ക് 2 മാസത്തോളം ലീവ് ഉണ്ടാവും. ഈ സമയത്ത് ദിവസം ഒരു 313 കുറയാതെ എത്ര കൂടിയാലും ശരി ഓടും. അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ദലാൽ ഖൈറാത്തിലേക്ക് കടക്കാം. നമ്മളൊക്കെ ഇന്ത്യക്കാരാണല്ലോ. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് രാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു തആല പ്രത്യേക ബന്ധമുണ്ട്. ഇന്ത്യക്കാരെ നന്നാക്കാൻ വേണ്ടി നീ അങ്ങോട്ട് പോകണം പറഞ്ഞ് അറിയിച്ച്
വന്നൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു തആല. ഹാജർ റളിയല്ലാഹു തആല അന്നുവിനോടുള്ള ബന്ധമൊക്കെ നിലനിർത്താൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബാക്കിയാത്ത സാലിഹാത്തിന്റെ ഭാര്യതരത്തിന് അവരല്ലാഹു വറക്കതും നാവൂര് സാഹുൽ ഹമീദ് വലിയുള്ള റളിയല്ലാഹു മുത്തപ്പയുടെ ശേഖദാവത് വലിയുള്ള റളിയല്ലാഹു ഏറുപാട് സഹതാക്കൾ, പ്രത്യേകിച്ചും സുൽത്താൻ ഇബ്രാഹിം ബാലിഷാ റളിയല്ലാഹു സയ്യിദ് അബൂ താഹിർ ഇവരോടൊക്കെ നമ്മൾ എപ്പോഴും ബന്ധപ്പെടുന്നവരാണ്. അവരെല്ലാം പേരിൽ നിയ്യത്ത് വെച്ച് ഒരൊറ്റ ഫാത്തിഹ മാത്രം എല്ലാ നിസ്കാര ശേഷം പതിവാക്കി. അത് ഇവിടെ അല്ല, അതായത് ഇവിടെ സാധാരണ നിസ്കാരത്തിന്റെ ശേഷം ഇതൊക്കെ പറ്റുള്ളൂ. ഇമാമ് ചെയ്യുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒഴിവാക്കരുത്. എത്ര നേരം ഡയറ്റാണെങ്കിലും അത് ഒഴിവാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഒഴിവാക്കുന്ന ഇഷ്ടപ്പെടാത്ത ഒന്ന് ഒരായത്തുൽ കുർസി, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. നമ്മുടെ ചില കുട്ടികൾക്ക് ഒരു പതിവുണ്ട്. നമ്മളിപ്പോ എവിടെയൊക്കെ പോയി ഇമാമത്തിലൊക്കെ നിന്നാൽ ചില റോഡ് സൈഡിലുള്ള പള്ളി, ബസ് സ്റ്റാൻഡ് പള്ളി, റെയിൽവേ സ്റ്റേഷൻ പള്ളി, ഇവര് ചിലപ്പോ എവിടുന്നെങ്കിലും കുറച്ച് ദ്വാരെല്ലാം കാണാതെ പഠിച്ചു വെച്ച് കുറെ ആളുകൾ നിസ്കരിക്കാൻ ഇങ്ങോട്ട് കയറാൻ സ്ഥലമില്ലാതെ പുറത്ത് കാത്തിക്കുന്നവരുണ്ടാവും. മഗ്‌രിബ് സമയത്ത് പ്രത്യേകിച്ചും ബസ്സിന് പോകുന്നവരുണ്ടാവും, ട്രെയിനിന് പോകുന്നവരുണ്ടാവും. അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം ദ്വാ ഒഴിവാക്കരുത്. ദ്വാ ഒഴിവാക്കുകയാണെങ്കിൽ മറ്റൊരു കൂട്ടം ആളുകൾ ഇപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞ് ചിരിക്കാന്നൊരു വിഭാഗമുണ്ട്. അത് വേണ്ട, അവർക്ക് ചാൻസ് കൊടുക്കണ്ട, ഒഴിവാക്കരുത്. പെട്ടെന്ന് നീക്കണം. പത്തുമീന്നൊക്കെ പറഞ്ഞപ്പോ അതാണ്, അത്ര മതി. ഇനി ബാക്കിയുള്ളതെല്ലാം പുറത്തു പോയിട്ട് ഒറ്റയ്ക്ക് ചെയ്യാം. പക്ഷെ അതില്ലാത്ത മിക്കവാറും ഈ പ്രശ്നം വരുന്നതൊക്കെ മഗ്‌രിബിലാണ്. കച്ചവടക്കാർ പേടിയിൽ വന്നവരുണ്ടാവും, ട്രെയിനിന് പോകേണ്ടവരുണ്ടാവും. എല്ലാവരെയും അനുസരിച്ചായിരിക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി ആക്ഷേപം പറഞ്ഞപ്പോ എന്താ ആക്ഷേപം? ഒരാക്ഷേപം പറയാനില്ല. മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഇന്നീല ഉഹിബ്ബുക യാ മുആദ്, എനിക്ക് നന്നോട് വളരെ സ്നേഹം. ഇത് ഇമാം നവവി റളിയല്ലാഹു തആല അദ്കാർ നവവി പോലുള്ള കിതാബുകൾ എഴുതുമ്പോ ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം പറഞ്ഞു കാണിക്കലും നല്ലതാണ് എന്നൊരു പാഠം അതിനു വേണ്ടി ഒരു ഹെഡിങ് കൊടുത്ത് ആ പാഠത്തിൽ നോക്കിയാൽ ഈ ഹദീസ് കിട്ടും. സാധാരണ എല്ലാവരും കയ്യിലുള്ള അദ്കാർ നവവി, ഇന്നീല ഉഹിബ്ബുക യാ മുആദ്, എനിക്ക് നന്നോട് നല്ല സ്നേഹമുണ്ട്. ആ സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനാ പറഞ്ഞ പോലെ ചെയ്യാം. എന്താ? അല്ലാഹുമ്മ അഅ്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. ഇത് നീ ഓതണം എന്നല്ല പറഞ്ഞത്, ഇത് ഒഴിവാക്കരുത് എന്ന് പറഞ്ഞു. ഹദീസിന്റെ നേരെ വാക്ക് നോക്കുകയാണെങ്കിൽ ഇത് നീ പതിവാക്കണം എന്നല്ല ഹദീസിന്റെ ലഫ്സ്. ഇത് നീ ഒഴിവാക്കരുത്. ഇത് ഒരു മിനിറ്റ് മതിയാണ്. അല്ലാഹുമ്മ അഅ്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. നമ്മുടെ ഇബാദത്ത് ഇസ്തിഖാമത്തോട് കൂടി പോകാൻ ഇത് അല്ലാഹു കാരണമാക്കട്ടെ. അപ്പൊ പെട്ടെന്നൊരു ആയത്തിനെ കുറിച്ച്, കാരണം ഹദീസിലുണ്ട്, 2 ആയത്തിനെ കുറിച്ച് പതിവാക്കുന്ന ആള് അവന് സ്വർഗത്തിലേക്ക് പോകാൻ മൗത്തല്ലാത്ത മറ്റൊരു തടസ്സങ്ങളുമില്ല. ഹദീസിന്റെ വാക്കാണെങ്കിൽ പറയുന്നത് 2 ആയത്തെ കുറിച്ച്, ഒന്ന് ബാങ്ക് കേട്ട ഉടനെ ബാങ്കിന്റെ ദ്വാ കഴിഞ്ഞ് ഒരായത്തെ കുറിച്ച്, ഒന്ന് ഫർള് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരായത്തെ കുറിച്ച്. ഇത് പതിവാക്കുന്ന ആൾക്ക് ലം യംനഹു മിൻ ദുഖൂരി ജന്നത്തി ഇല്ലൽ മൗത്ത്, മരിച്ചാൽ മതി, സ്വർഗത്തിലാണ് കടന്നാൽ മതി. അത്രയും ഉയർന്ന സ്ഥാനം. അപ്പോൾ ഒരായത്തെ കുറിച്ച് അത് ഒഴിവാക്കണ്ട. അല്ലാഹുമ്മ അഅ്നി അലാ ദിക്രിക സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അതും ഒഴിവാക്കണ്ട. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അതൊക്കെ പെട്ടെന്ന് തീർക്കണം. പിന്നെ ചില കുട്ടികളൊക്കെ സുബ്ഹാനല്ലാഹ് പറയുമ്പോ അതിന്റെ കൂടെ എന്തെങ്കിലും കുറേ ചേർക്കും, അൽഹംദുലില്ലാഹ് പറയുമ്പോ അതൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ നേരം നോക്കി എല്ലാരെയും മസ്ലഹത്ത് നോക്കിയിട്ട് ചെയ്യണം. ഈ റമദാനൊക്കെ ആകുമ്പോ ഇവിടെയൊക്കെ ഇമാമത്തൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. മുആദ് റളിയല്ലാഹു തആലയെ പറ്റി ചില ആളുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവലാതി പറഞ്ഞു, ഞങ്ങൾക്ക് ഇവരെ കൂടെ നിസ്കരിക്കാൻ കഴിയണില്ല, കാരണം നീട്ടി നിസ്കരിക്കാണ്. അപ്പൊ വിളിച്ച് ചീത്ത പറഞ്ഞ സമയത്ത് പറഞ്ഞ വാക്കെന്താണ്? ആ ഫത്താനുൻ എന്താ യാ മുആദ്, ആ ഫത്താനുൻ 3 പ്രാവശ്യം പറഞ്ഞു. ഇത്തരണ്ടാക്കുന്ന പണി ചെയ്യാം. അത് കാരണം എല്ലാവരെയും മസ്ലഹത്ത് നോക്കി കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കുക. എന്നിട്ട് റബ്ബനാ ആതിനാ ദ്വാരക്കുക. പിന്നെ ബാക്കി നോക്കി നമുക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ബാക്കില്ല. ആ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദുമാരെ ശ്രദ്ധിക്കണം. ഇവരിപ്പോ എന്താ ചില ആള് ചെയ്യുന്ന പറഞ്ഞാൽ കുറേ ഹദീസുകൾ, നല്ല വിഷയം ഖുർആൻ മുഴുവൻ ഓതിയാലിപ്പോ അല്ലാതെ പാരിക്കാനും പറയാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് നേരം കാലം എല്ലാം നോക്കി ഇൽമിന് തടസ്സമുണ്ടാക്കാവുന്ന ഒരു പണികളും ചെയ്യാതെ
പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിലും ദീനിന്റെ കാര്യത്തിലും ഇസ്തിഖാമത്തോടുകൂടി പോകാൻ റബ്ബുൽ ആലമീൻ തൗഫീഖ് ചെയ്യട്ടെ. ആ നിലയിൽ ഓതാൻ ഇപ്പൊ ഞാൻ ഞാൻ എന്റെ ശൈഖായ ബഹുമാനപ്പെട്ട കത്തിരിപ്പുറം ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ നിങ്ങൾക്കും ഞാൻ ഇതിനകത്ത് വന്നു. നിങ്ങൾ കബീൽത്തൂന്ന് പറയും. നിങ്ങൾ ഓരോന്നിനും പിന്നെ സൗകര്യം നോക്കിയിട്ട് ഉസ്താദന്മാരോട് ചോദിക്കും ഞാൻ എപ്പോഴാണ് തുടങ്ങി. അതൊക്കെ ഉസ്താദന്മാർ പറയും. അതൊക്കെ അവരോട് ചോദിച്ചു ഓരോരുത്തരെയും പ്രത്യേക സ്ഥിതികൾ അവരുടെ വ്യക്തിമായ കാര്യങ്ങൾ എപ്പോഴേലും വന്നു പോകുന്ന എനിക്കറിയില്ല. അത് എപ്പോഴുള്ള ഉസ്താദന്മാർക്ക് അറിയണം. അത് എപ്പോ തുടങ്ങണം എന്നുള്ളത് അവര് പറയും ആ സമയത്ത് ചെയ്യാം. ഇജാദത്തും ഞാൻ തന്നുവരും നമ്മൾ അവരെ തെളിവ് ചെയ്യപ്പെട്ട അവലാവട്ടെ. ഇതേപോലെ അജ്മീർ ഹാജാർ റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറയാണ് എന്റെ 2 മക്കളും പേരക്കുട്ടികളെല്ലാം കൂടി വ്യാഴാഴ്ച ഒന്ന് അജ്മീറിൽ പോകാൻ പോകും. ഞാനും പോകാൻ തുടങ്ങിയിട്ട് 8-10 കൊല്ലങ്ങളായി കഴിയുന്നില്ല. ഈ കാലുവേദന കൊണ്ട്. ഈ കാലുവേദനക്ക് വേണം ദ്വാ ചെയ്യണം. അതിപ്പോ ഞാൻ ഇരുന്ന് നിസ്കരിക്കില്ലല്ലോ. ഈ ദ്വാക്ക് വേണ്ടി മാത്രമാണ്. കാരണം ഈ സ്ഥലത്തിന്റെ ഇസ്സത്തും ബറക്കത്തും ഞാൻ എപ്പോഴും മനസ്സിലാക്കിയവനാണ്. ഇനിയും അല്ലാഹു ഇസ്സത്തും ബറക്കത്തും അല്ലാഹു ഏറ്റത്. പെട്ടെന്ന് ഇപ്പൊ തന്നെ അജ്മീർ ഹാജാർ വന്ന ഒരു ഫാത്തിഹ പോലും അവരും യാത്രയിൽ സലാമത്താണും പോകുമ്പോഴും വരുമ്പോഴും അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പൊ അവരുടെ ഉമ്മക്ക് മരുന്ന് എടുത്തു കൊടുക്കാനും മറ്റൊന്നും ആളില്ല അവിടെ. അവരാണെല്ലാം ചെയ്യുന്നവര്. പരിപൂർണമായ ശിഫാക്കെല്ലാം നിജത്ത് വെച്ച് പ്രത്യേകിച്ചും അജ്മീർ ഹാജാർ റളിയല്ലാഹു അൻഹു മറ്റവലിയാക്കൾ ആരഫീങ്ങൾ എല്ലാവർക്കും അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പിന്നെ ഒരു കാര്യം കൂടി പറയാം. എല്ലാവരും നേരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി. അഴുത് എപ്പോഴും ഓതല് ഇപ്പൊ കുൽഹുവ ഓതാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങളോട് ചോദിക്കുന്നത് ഒരു സൂറത്ത് കുൽഹുവ ഓതാന്ന് സങ്കല്പിക്കാം. അപ്പൊ എന്താ ചെയ്യുക? അതല്ല ഖുർആൻ പറഞ്ഞത്. ഇതാ കറയത്തിൽ ഖുർആന് പുസ്തകത്തിൽ എല്ലാം പഠിച്ചു വെക്കും. നിങ്ങൾ ഖുർആൻ ഓതാൻ ഉദ്ദേശിച്ചാൽ പുസ്തകത്തില്ല അഴുത് മനസ്സീം ഓതണം. ഇതാണ് സൂറത്ത് നംല്, സൂറത്ത് ഫുസ്സിലത്ത് 2 സൂറത്തിലും ഈ അർത്ഥം വരുന്ന ആയത്തുകളുണ്ട്. എന്താ പറഞ്ഞത്? എന്താ ആയത്തിൽ വന്ന് വൈദാ ഖറഅത്തൽ ഫാത്തിഹത്താണല്ല, വൈദാ ഖുർആന. കുൽഹുവ ഓതാണെങ്കിലും ഏത് വേണം? ചില കുട്ടികൾ അറിയാതെ എന്ത് ചെയ്യും? ഇപ്പൊ ജുമാന്റെ ശേഷം 7 ഫാത്തിഹ സുന്നത്താണ്. ഓരോന്നിനും അഴുത് പോലും അതൊന്നും വേണ്ട. ഇത് മതി. ഒരാഴുത് ബാക്കിയെല്ലാം ബിസ്മി. ഇനിയിപ്പോ ആരെങ്കിലും ഒരാളോ അവർക്ക് സമയമുണ്ട്. ഓരോന്നിനും ശൈത്താനെ ദൂരത്താക്കാനും ശൈത്താനിന്ന് രക്ഷപ്പെടാനുള്ള വാക്കാണ് ആഴുതുമില്ല. ഓതി കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ഖുർആൻ കൽപ്പിച്ച കൽപ്പനക്ക് വഴിപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താൻ ഏത് മതി? ഒരാഴുത്. അത് കുൽഹുവ ഓതുമ്പോഴും ഏത് വേണം? റബ്ബുൽ ഫലക് ഓതാണെങ്കിലും അഴുത് വേണം. ഇതിന് മാത്രമല്ല, ചില കുട്ടികൾ എന്ത് ചെയ്യും? ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ട് വരുമ്പോ ഇതിന്റെ ഇടക്ക് ഫാത്തിഹ വന്ന അപ്പുറം അതൊന്നും വേണ്ട. അഴുത് ഖുർആൻ തുടങ്ങുമ്പോൾ ഓതിയാണ്. ഉദാഹരണം, ഒരാള് ഇതാ ജാ നസ്റുല്ലാഹി മുതൽ ഓതാണ്. ഇപ്പൊ എന്ത് ചെയ്യണം? ഓതണം. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് പുനറബിന്നാസ് കഴിഞ്ഞ് ഏതോതി ഫാത്തിഹ. ഇപ്പൊ അഴുതൊന്നും വേണ്ട. ഏത് മതി? അപ്പൊ അഴുതും ഫാത്തിഹയും തമ്മിൽ പ്രത്യേക ബന്ധങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കണം. അഴുതും ഫാത്തിഹയും തമ്മിൽ പ്രത്യേക ബന്ധങ്ങളൊന്നുമില്ല. ഖുർആൻ എവിടെ ഓതിയാലും ബിസ്മി ഓതാത്ത സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. ബിസ്മില്ലാത്ത സ്ഥലങ്ങളൊക്കെ സൂറത്ത് തൗബ അവിടെയും ഏത് വേണം? അതെല്ലാരും മനസ്സിലാക്കി. ഇതെല്ലാം മുജൈരിനെ പോലുള്ള ഫിഖിന്റെ കിതാബ് നോക്കിയാൽ കിട്ടും. പിന്നെ എങ്ങനെ ഓതണം? അതിൽ ചില ഒരു സമയത്ത് ഒരു സഹാബി റളിയല്ലാഹു അൻഹു അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം എന്ന് ഓതി. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു തന്നതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം ലൗഹുൽ മഹ്ഫൂസിൽ നിന്ന് നോക്കി എടുത്തതുപോലെ അതുപോലെ ഓത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഓതിയാൽ മതി എന്നൊരു ഹദീസ്. വേറൊരു ഹദീസിൽ എങ്ങനെയാണ്? അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം ഇങ്ങനെ ഓതിയതായിട്ടും ഒരു ഹദീസ്. ഇതൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക്
ഖത്തീബിന്റെ മുജൈരിമി നോക്കിയാൽ എല്ലാം കിട്ടും. വിശദമായിട്ട് ഫിഖിന്റെ കിതാബുകൾ കിട്ടും. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എങ്ങനെയാണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഇന്നല്ലാഹ ഹുവ സമീഉൽ അലീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാരും സാധാരണ ആളല്ല. ആരാണ്? ഇമാമുൽ അഇമ്മ, ലോകത്തിന്റെ മഹാനേതാവെന്ന് കരുതപ്പെടുന്ന, ഞങ്ങളൊക്കെ സാധാരണ പറയുന്ന കുതുബുല്ല കിതാബിൽ വിശേഷിപ്പിക്കുന്ന മഹാനാണ് ആര്? നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്. ഔസാഇ റഹ്മത്തുള്ളാഹി പറഞ്ഞതും ഇങ്ങനെയാണ്. എങ്ങനെ വന്നാ? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഇന്നല്ലാഹ. കാരണം ചില ആയത്തിൽ അങ്ങനെ വരുന്നുണ്ട്, സമീഉൻ അലീം വരുന്നുണ്ട്. എല്ലാം കൂടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എപ്പോഴും ഇതൊരു തസവ്വുഫിന്റെ കിതാബാണ്. തസവ്വുഫ് എന്ന് പറഞ്ഞാൽ മനസ്സ് നന്നാവലാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. സലാമത്ത് ആരെ പറ്റിയും നമ്മുടെ മനസ്സിനൊരു കറയുമില്ല, ഒന്നുമില്ല. എല്ലാവരും എന്നേക്കാൾ വലിയവരെന്നുള്ള തോന്നൽ മനസ്സിലുണ്ടാവണം. ഇതാണ് തസവ്വുഫിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ബാക്കി സ്റ്റെപ്പിലേക്ക് അല്ലാഹു നമ്മൾ എത്തിക്കട്ടെ. ശരീഅത്തില്ലാതെ ഒരിക്കലും തരീഖത്തിലേക്ക് എത്താൻ വഴിയില്ല. ഇപ്പൊ ഈ കാലം എവിടെയും അവിടെയും പല തരീഖത്തുകളും എന്തൊക്കെയോ പറയപ്പെടുന്നൊരു കാലം. നിങ്ങൾ എവിടെയും പോകരുത്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് ചോദിച്ചല്ലാതെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരു ശേഖനെ കാണാനും പോരുത്, ഒരാളെ കാണാനും പോരുത്. നമുക്ക് നമ്മുടെ ശേഖം, നമ്മുടെ തർബിയത്തും നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യും. ഇനി ഇൻഷാ അല്ലാഹ് എപ്പോഴേലും ഒരു സമയത്താണ് പറഞ്ഞു പോയാൽ ചിലപ്പോ ഞാനാണെങ്കിലും മറക്കും. അതിനാണ് ഞാനിപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഈ ക്ലാസ് നടത്താം. പക്ഷെ നിങ്ങൾ നോക്കുന്നുണ്ട് എനിക്ക് ഉറപ്പ് വരുത്തണം. എന്നാലും എനിക്ക് നടക്കാം. ഒരു ലഭ്യത്തുണ്ടാവുള്ളൂ. ഞാനിങ്ങനെ ഇതിൽ സംസാരിച്ചു, ഫോൺ സംസാരിക്കുന്നു. അദ്ദേഹത്തിന് എനിക്ക് ഫോൺ എടുക്കാൻ അറിയില്ല. ഇതുവരെ നോക്കുന്നുണ്ടോ എനിക്കെങ്ങനെ അറിയും? ഇതുവരെ ഈ കൊറോണ കാലത്ത് മന്നാരിയിലേക്കും അതുപോലെ പല സ്ഥലങ്ങളിലേക്കും ഇതുപോലെയാണ്. ഞാൻ ഉറപ്പ് വരുന്നു, ഒരു ഉസ്താദ്, ആരെങ്കിലും ഒരു ഉസ്താദ് ഉത്തരവാദിത്തത്തോടു കൂടി ഈ ഫോൺ കഴിയുന്നത് വരേക്ക് അല്ലെങ്കിൽ ഈ ഫോണിൽ എടുത്ത് ആ ഉസ്താദിന്റെ ഫോണിലേക്ക് ആക്കി ഒരു ക്ലാസ് പോലെ നടത്താൻ നിങ്ങൾ ഉറപ്പ് പറയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇടയ്ക്കിടയ്ക്ക്. മറ്റതിപ്പോ എപ്പോഴേലും ഒന്നും കിട്ടിയതുകൊണ്ടൊന്നും ഈ കിതാബ് നമുക്ക് എവിടേക്ക് എത്തിക്കാൻ പറ്റില്ല. ഇപ്പൊ ശരീഅത്ത് എന്താണ്, തരീഖത്ത് എന്താണ് പറയണമെങ്കിൽ തന്നെ ഒരു 3 മണിക്കൂറെങ്കിലും സമയം വേണം. ഇപ്പൊ നമ്മുടെ ഈ സമയം അതിന് പറ്റിയ സമയമല്ലല്ലോ. ഇനി നമുക്ക് പറ്റിയ സമയം അല്ലാഹു നമുക്ക് കാട്ടിത്തരട്ടെ. എപ്പോഴും ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരു കാര്യത്തിലേക്കും പോകരുത്. ഇപ്പൊ ഞാൻ തുടങ്ങി തന്നെ നമുക്ക് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നി ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖലൻ വഅദബൻ كاملا. رب طمم بالخير والسعادة يا كريم يا رحيم يا الله. رب يسر ولا تعسر. رب زدني علما وحلما وفهما وعقلا وعدبا كاملا. رب طمم بالخير والسعادة يا كريم يا رحيم يا الله. رب يسر ولا تعسر. رب زدني علما وحلما وفهما وعقلا وعدبا كاملا. رب طمم بالخير والسعادة يا كريم يا رحيم يا الله. بسم الله الرحمن الرحيم. الحمد لله الذي عقل العقول عن إدراك ذاته وأبدى لها ما حيرها. ഏതെങ്കിലും കിതാബിൽ ഹാക്ക് പുള്ളിയുണ്ടെങ്കിൽ ആ പുള്ളിപ്പോ തന്നെ വായിച്ചുകളെ. ഹയ്യറല്ല, ഹയ്യറാണ്. ബഹുമലത്താണ്, മോചമത്തല്ല. ഹയ്യറഹ മിൻ ജലാല് ജമാല്
കമാലി സിഫാത്തിഹി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാഹ് ഇനി നമുക്ക് ദർസായി കൊണ്ട് നമുക്ക് ഇൻഷാല്ലാഹ് തുടർന്ന് ഉസ്താദന്മാർ പറയുന്ന സമയത്ത് ഞാൻ നടത്തിത്തരാം. ഈ റമദാന്റെ രണ്ട് മാസം വെറുതെ കളയേണ്ടതല്ല. ഈ ദർസൊക്കെ നടക്കാലോ, അവർ അതിക്കേക്ക് എത്താവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വതമ്മിം ബിൽ ഖൈർ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വതമ്മിം ബിൽ ഖൈർ. ربي يسر ولا تعسر. ربي زدني علما وحلما وفهما وعقلا وادبا كاملا. ربي تمم بالخير والسعادة يا كريم يا رحيم يا الله. بسم الله الرحمن الرحيم. الحمد لله الموفق للعلا حمدا يوافي بره المتكاملة. ثم الصلاة على النبي المصطفى محمد صلى الله عليه وسلم. രണ്ടും നമുക്ക് തുടർന്ന് പോകാൻ പറഞ്ഞിട്ട് അത് രണ്ടും കൂടി വന്നാൽ 15-20 മിനിറ്റ് ഉണ്ടെങ്കിലും ഒരു തുടർന്ന് ഇഞ്ചത്തായല്ലാതെ മൊബൈലായത്തെ പോലെ കിതാബിൽ നമുക്ക് റാഹത്ത് വരാൻ പറ്റും. അതുകൊണ്ട് ഇൻഷാല്ലാഹ് എല്ലാവരും ദുആ ചെയ്യും. എനിക്കും നാളെ ഭാര്യ മക്കളും കുടുംബങ്ങൾക്കൊക്കെ ദുആ ചെയ്യും. ഉസ്താദുമാർക്ക് പ്രത്യേകം ദുആ ചെയ്യണം. അങ്ങനെ ഇവരൊക്കെ എത്രയൊക്കെ ബുദ്ധിമുട്ടിയതായിരിക്കും ബഹുമാനപ്പെട്ട ശൈഖുന പോലുള്ള മഹാന്മാരൊക്കെ ഈ സ്ഥാപനം ആദ്യത്തിൽ തുടങ്ങി വെച്ച് അന്നുള്ള സൗകര്യം അന്നില്ലല്ലോ തുടങ്ങുന്ന കാലത്ത്. അങ്ങനെ ഓരോ ദിവസം സൗകര്യങ്ങൾ കൂടി വരില്ല. അവർക്കൊക്കെ വേണ്ടി എപ്പോഴും ദുആ ചെയ്യും. ഒരുപാട് മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു നല്ല സ്വഭാവമുള്ള ഏറ്റവും വലിയ ഹുസ്ൻ ഖുലുഖുള്ള ഒരാളായിരുന്നു ഉസ്താദിന്റെ ഭാര്യ അവർക്കൊക്കെ വേണ്ടി ഞാൻ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വന്ന് ദുആ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അതിനൊന്ന് തൗഫീഖ് അല്ല അറുവാഹ ജുനൂദും മുജന്നദാ ഫമാ തആറ മിന്നാ യുത്തലബ വമാ തനാക്കറ മിന്നാ യുത്തലബ. അല്ലാഹു റൂഹാനിയ ബന്ധം വരുമ്പോൾ ഇങ്ങനെ തൗഫീഖുണ്ടാവും. ഇനിയും ആ തൗഫീഖ് അല്ലാഹു അറിയട്ടെ. ഈ കിതാബുകൾ മറിച്ചുകൊണ്ട് ആദ്യം കണ്ടത് അത് മാത്രം 1 മിനിറ്റ് പറഞ്ഞു വെച്ച് ദുആ ചെയ്യാം. ഞാൻ പിന്നെ അതൊക്കെ തുടങ്ങാനാണെങ്കിൽ അവിടേക്ക് എത്തുമ്പോഴേക്കും നേരം വൈകും. വലിയ ആദമ ഹാജത്തൻ അതൊക്കെയല്ല മനുഷ്യന്മാരോടൊരു ആവശ്യങ്ങൾ നീ പോയി ചോദിക്കരുത്. ഒരു കാര്യം നടക്കണമെങ്കിൽ മനുഷ്യരെ തേടി ഇത് ചെയ്തുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്. വസൽ നീ ചോദിക്കണം അല്ലതീ ഒരു അള്ളാഹുവിനോട്. എങ്ങനത്തെ അള്ളാഹ് അബുവാബുഹുലാത്തഹജമോ അതിപ്പോ ഏത് സമയത്തും തുറന്നിട്ട് ഗേറ്റാണല്ലോ. തുറന്നിട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടറാണെങ്കിൽ ഡോക്ടറെ കാണാൻ നിശ്ചിത സമയത്തല്ലേ പോകാൻ പറ്റുള്ളൂ. ബാക്കി വാതിലടച്ചിട്ടുണ്ടാവും. ഒരു ഓഫീസറാണെങ്കിൽ ഓഫീസറിന്റെ സമയം കൃത്യസമയത്ത് അള്ളാഹ്ക്കിപ്പോ അങ്ങനെയൊന്നുമില്ല. മദദ്ദഹരി മഫ്തൂഹൻ ലിക്റാമി വാഫിരി ബിഹി അക്മലത്തഫിരിൽ വയാഫിരി കബഹു യദ്കിരു വറുമിബത് വദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ വയുർജാ ലിഅബ്ദിൻ ഖാരിൽ ബാബിൽ ആസിമീൻ. ഏത് സമയത്തും റബ്ബിനോട് ചോദിക്കണം. നടക്കാത്ത ഒരു കാര്യങ്ങളുണ്ടായില്ല. പക്ഷെ ചോദിക്കാൻ നിങ്ങൾ ഫദ്ലുള്ള ഒരു അള്ളാഹിന്റെ ഫദ്ലാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി. ഒരുപാട് രോഗികളുണ്ട്. ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് തന്നെ കുറച്ചു നേരം വൈകിയതിന്റെ ഒരു കാരണം പറയാൻ തന്നെ വിഷമം. ഒരു 4, 5, 6 വയസ്സുള്ളൊരു കുട്ടി, അതെനിക്ക് പരിചയമുള്ളവരാണ്. നേരത്തെ മൂവാറ്റുപുഴ അടുത്ത് ആ കുട്ടിക്ക് ക്യാൻസർ 3, 4 കീമോ കഴിഞ്ഞ് ഒന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ 1, 2 അല്ല. ഇത് എവിടെ നോക്കിയാലും ഇങ്ങനത്തെ പ്രശ്നം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരാള്
അവരൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അബ്രാറ് പോകാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ലുഹറിന് എത്താതെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ വിവരം കേട്ടപ്പോ എനിക്ക് നിർത്താതിരിക്കാൻ വയ്യാതെ. ഒരു 5, 6, 7 വയസ്സുള്ള ഒരു കുട്ടി ക്യാൻസറാണ്. അതും സാധാരണ ആശുപത്രികളല്ല, കേരളത്തിലെ വലിയ വലിയ ആശുപത്രികൾ. അവരൊക്കെ പറഞ്ഞാൽ രക്ഷിതാക്കളുടെ സ്ഥിതി അത് കുട്ടിക്ക് പിന്നെ അറിയാനുണ്ട്. അതിന്റെ അപ്പുറത്ത് വേറൊരാള് അദ്ദേഹത്തോട് പറഞ്ഞേക്കാണ്, ഇനി നിങ്ങൾ എവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇത് തീരുമാനിക്കേണ്ടപ്പോ വരല്ലോ. എവിടെയെങ്കിലും പോയാൽ കാര്യം കിട്ടുമോ കാര്യം കിട്ടില്ല തീരുമാനിക്കേണ്ട റബ്ബുൽ ആലമീനാണ്. അപ്പൊ ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ ഓരാൻ വേണ്ടി കേൾപ്പിച്ചു. അത് അല്ലാഹു വിജയിപ്പിക്കട്ടെ, ആ കുട്ടിയും അല്ലാഹു സലാമത്താക്കട്ടെ. അതുപോലെ ഇപ്പൊ നമ്മുടെയൊക്കെ ഭാഗങ്ങളിൽ എന്തോ കാരണങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്, ശരിയോ തെറ്റോ. കുറെ അധികം മഞ്ഞപ്പിത്തുണ്ട്. മഞ്ഞപ്പിത്തം പിടിപെട്ട കുട്ടികളെ അല്ലാഹു പെട്ടെന്ന് ശരിയാക്കി 100% സലാമത്തിലാക്കട്ടെ. ഇനി ആർക്കും പുതുതായിട്ട് ഇല്ലാതെ അല്ലാഹു ആക്കട്ടെ. ഈ അജ്മീർ പോകുന്ന എന്റെ മക്കളും വേറെ സലാമത്തായി നിലയില്ലേ റാഹത്തായി അവർ ഇൻഷാല്ലാഹ് വ്യാഴാഴ്ച പോയി അടുത്ത വെള്ളിയാഴ്ച രാവിലെ അവിടെ തിരിച്ചെത്താനും മഹാനവറുകളുടെ പൊരുത്തത്തോട് തിരിച്ചെത്താനും തൗഫീഖ് അല്ലാഹു ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى سيدنا محمد. اللهم ربنا تقبل منا مجلسنا هذا وسائر امورنا واجعل جميع امورنا خالصة لوجهك الكريم يا ذا الجلال والاكرام. اللهم انا نسألك يا حي يا قيوم يا ذا الجلال والاكرام لا إله إلا أنت سبحانك إني كنت من الظالمين. نسألك اللهم أن تغفر ذنوبنا وذنوب آبائنا وأمهاتنا رب ارحمهما كما ربياني صغيرا وذنوب والدينا وأولادنا وأقاربنا وأحبابنا وأساتذتنا ومشايخنا وأن تشفي أمراضنا وأمراض أزواجنا وذرياتنا وأن وكل ما يضر أجسادنا وقلوبنا يا رب العالمين. اللهم لمن كنا لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اشف أمراضنا وأمراض أزواجنا وذرياتنا وأمراض من يطلبون منا الدعاء لشفاء أمراضهم وأمراض المسلمين والمسلمات كلهم وطول حياتنا وحياتهم بطاعتك برضاك. بسم الله رب العالمين. اللهم بحق هذا المجلس الكريم وبحق ما وفقتنا للعمل به في مجلسنا هذا وفي سائر مجالسنا يا ذا الجلال والإكرام. رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين آمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين. എല്ലാവരും ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും.